ആലപ്പുഴ ജില്ലയിൽ ഞാനിപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ കാര്യം പറയാം. മാരാരിക്കുളത്ത് റിയാസ് എന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ പേര് നോക്കിയിട്ടാണ്. അതാണെങ്കിൽ അവിടെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം ആ പ്രദേശങ്ങളിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്. ഭൂരിപക്ഷം അർത്തുങ്കൽ പള്ളി എല്ലാ ആളുകളും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന പള്ളിയാണ്. ആ പള്ളിയിൽ 90% പേരും താമസിക്കുന്ന ഒരേ ജനവിഭാഗമാണ്. 90 അല്ല 95. പക്ഷെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റായി. പഞ്ചായത്ത് മെമ്പർ ഒരു സഹോദരിയാണ്, ഹിന്ദു സഹോദരി. ഇതാണ് കേരളത്തിലെ പാരമ്പര്യം. ഇതാരെങ്കിലും ജാതി നോക്കി പേര് നോക്കി വോട്ട് ചെയ്യുന്ന നാടല്ല ഇത്. അങ്ങനെ പേര് നോക്കി വോട്ട് ചെയ്യുന്ന നാടാണെന്ന് ആക്ഷേപിച്ചിട്ട് ഭരണം തകർന്ന് തരിപ്പണമായപ്പോൾ വോട്ടൊന്നും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ കിട്ടാത്ത വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ ഇവർക്ക് തെറ്റിപ്പോയി. കേരളം കാത്തിരിക്കുന്നത് CPM-ന്റെ പതനത്തിനോടുള്ള തെരഞ്ഞെടുപ്പായിരിക്കും. ഇവരുടെ ഓരോ ദിവസത്തെയും ഈ പ്രസ്താവനകൾ അത് ഉറപ്പിക്കുന്നതാണ്. ഇതിനകത്തൊക്കെ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ അഭിപ്രായം ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രാഷ്ട്രീയ നിലപാട് ഞങ്ങളിൽ പറഞ്ഞു. ഒരു വർഗീയ സംഘടനയുമായും കൂട്ടുചേർന്ന് പോകുന്ന സ്വഭാവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനില്ല. ഞങ്ങളുടെ സിരകളിലുള്ളത് മതേതരത്വത്തിൻ്റെ സിരകളാണ്. എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടു നടക്കുന്ന, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും എല്ലാ സമൂഹത്തെയും ഒന്നിച്ചു നടക്കുന്ന രീതിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ സമുദായങ്ങളോടും ഞങ്ങൾ അടുപ്പം കാണിക്കുന്ന പാർട്ടിയാണ്. എല്ലാവരെയും ക്യാരി ചെയ്യാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ്. അവരുടെ പ്രയാസങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് നിലപാടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, വർഗീയതയ്ക്കെതിരായിട്ടുള്ള സന്ധിയില്ലാത്ത നിലപാടാണ്. അതുകൊണ്ട് സമുദായങ്ങളുമായിട്ട് ഇപ്പം SNDP ആയാലും NSS ആയാലും ധീവരസഭയായാലും പുലേർ മഹാസഭയായാലും നമ്മുടെ ഈ മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ്സിലെ പെട്ട ഒരുപാട് ജാതി സംഘടനകളുണ്ട്. എല്ലാവരോടും ഞങ്ങൾ ആശയവിനിമയം നടത്താറുണ്ട്. അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാറുണ്ട്, അവരുടെ ബുദ്ധിമുട്ടുകൾ നോക്കാറുണ്ട്. ഇവരെ എല്ലാവരുടെയും വികാരങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകാറുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ട്. ഇക്കാര്യത്തിൽ പാർട്ടിക്ക് നിലപാടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നിലപാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള നെഞ്ചോടിഞ്ച് പോരാടുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി. ആ നയം തന്നെയാണ് കോൺഗ്രസിനുള്ളത്. ഒരു കാര്യം മനസ്സിലാക്കണം, സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധ വളർത്തുക, നേരത്തെ സജി ചെറിയാൻ്റെ രീതിയിലുള്ള സ്പർദ്ധ വളർത്തുക, ഏറ്റവും അവരെ തമ്മിൽ അകറ്റി നിർത്തുക, ഇതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹബത്തിന്റെ ബസാറിൽ നഫ്രത്തിന്റെ ബസാറിൽ മുഹബത്തിന്റെ ദുഃഖാൻ തുറക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ലൈൻ. അതായത് വിദ്വേഷത്തിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടകൾ തുറക്കുക. അല്ലാതെ വിദ്വേഷത്തിന്റെ കടകൾ വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമം ആര് നടത്തിയാലും അതിൽ കോൺഗ്രസ് ഉണ്ടാവില്ല. അതാണ് ഞങ്ങളുടെ നിലപാട്. പാർട്ടി നിലപാട് അതാണ്. പാർട്ടി നേതാക്കന്മാരുടെ എല്ലാവരുടെയും നിലപാട് അതാണ്.